ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഒരു യാത്രയപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് എൻ്റെ മോന് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയതുകൊണ്ട് അവൻ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ തലേന്ന് രാത്രി ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്യണ ഒരു പരിപാടിയാണ്. അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ രാവിലെ നമുക്ക് അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളത് റെഡിയാക്കണം. അപ്പോൾ രാത്രി ഈ വക പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചതിന് ശേഷം ഇന്നലെ വെച്ച ചിക്കൻ കറീൻ്റെ വെള്ളമുണ്ട്. ആ ചിക്കൻ ഞങ്ങൾ സവർമ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വിസിലടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നീരിൽ നമ്മളൊരു കറി വെച്ചതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചപ്പാത്തി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടക്കതാ കുറേശ്ശെ തീരങ്ങനെ പൊരിച്ചെടുക്കാൻ വിചാരിച്ചു കണ്ട്. അപ്പോൾ അതാണല്ലോ നല്ലത്. അപ്പോൾ അതങ്ങനെ അതിൻ്റെ പാട്ടിൽ മുരിഞ്ഞും ചെയ്തോളും. നമുക്ക് നമ്മളെ പണികളിങ്ങനെ ഓരോന്ന് എടുക്കും ചെയ്യാൻ വിചാരിച്ച് അതൊരു ചട്ടിയിൽ അങ്ങനെ ഇട്ടേക്കുകയാണ്. അപ്പോൾ 4 അടുപ്പത്ത് ഇങ്ങനെ ഓരോരോ സാധനങ്ങളാക്കി സെറ്റാക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇതാ റെഡിയാക്കി വെച്ചേക്കണ്. അപ്പോൾ ഞാൻ ചോറും പണി ഒക്കെ കുറേശ്ശൊക്കെ ആയതിന് ശേഷമാണ് കടീൻ്റെ പരിപാടിമൊക്കെ നിന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളെ പണികൾ പെട്ടെന്ന് കഴിയും. പിന്നെ ചായ കുടിക്കാൻ എന്നാലും ഒരു 7 മണിയാകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചായ കുടിയും കഴിയും. അപ്പോൾ ഇത് അതിലേക്കുള്ള മഞ്ഞളും ഉപ്പും മുളകും പൊടിയും ഒക്കെ ഇട്ടൊക്കെയാണ്. കാശ്മീരി മുളകും പൊടിയാണ് ഇട്ടത്. നമ്മളതിന് ഒന്നും കൂടി ഒരു കളറ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചതും ഒക്കെ കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ടാണ് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയും ഇതൊക്കെ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണ് നിങ്ങൾ സാധനം എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് റെഡിയാക്കുമ്പോൾ അതിലേക്ക് ബട്ടർ ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ 2 വല്യുള്ളി, 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതായത് നമ്മൾ കുരുമുളക് പൊടി ഉണ്ട്, ഇഞ്ചിൻ്റെതുണ്ട്, അതേപോലെ തന്നെ മുളക് പൊടി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇനി എരിവ് ഏറണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഉള്ളി ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു അടുപ്പത്ത് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ വെണ്ടക്ക പൊരി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ചട്ടിയിൽ തന്നെയാണ് അടുത്തതും ശരിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പാത്രങ്ങളൊന്നും എടുത്തുകൊണ്ട് എനിക്കിഷ്ടമില്ല. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ എടുത്ത് അതെല്ലാം കൂടി മോറാണ്ടാകണ്ടല്ലോ വിചാരിച്ച് ഇതാ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ ഒരു കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക വെച്ചാൽ ഉരുളൻകിഴങ്ങും കൂടി ഒരു ബാജി പോലെ റെഡിയാക്കി അയച്ചിട്ട് തേങ്ങാപ്പാലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതും ഒരു അടുപ്പത്ത് ശരിയാണ്. അപ്പോൾ 4 അടുപ്പുണ്ടായതുകൊണ്ട് ആ ഒരു ഗുണമുണ്ട്. പണ്ടത്തെ മാതിരി അടുപ്പത്തല്ലല്ലോ ഇപ്പോൾ ആരും വെച്ചുണ്ടാക്കൽ. അപ്പോൾ നമുക്കാണെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ ഓരോ അടുപ്പത്ത് ഓരോ പരിപാടികൾ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ചപ്പാത്തി ഇന്നലെ കൊണ്ടുവന്നതായിരുന്നു. അത് പാക്കറ്റ് ചപ്പാത്തി നമ്മൾ ആദ്യമായിട്ടാണ് പാക്കറ്റ് ചപ്പാത്തി വാങ്ങണത്. അപ്പോൾ അത് ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് ഉള്ള ചപ്പാത്തിൻ്റെ പോരാണ്ട്. പിന്നെ ഇതിന് എനിക്കൊരു ഇത് തോന്നി, നല്ല ചപ്പാത്തിയാണ്, ചൂടോടെ അപ്പോൾ തിന്നാൻ നല്ല ഇതാണ്. പക്ഷെ ചൂടാറി കഴിഞ്ഞപ്പോൾ കുറഞ്ഞൊരു ബലമുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടുക്കന്നെ തിന്നുകയാണെച്ചെങ്കിൽ നല്ല ഫ്രഷ് ചപ്പാത്തി. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങണത്. അത് ഹാഫ് കുക്കിഡ് ചപ്പാത്തി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഉപകാരം ഉള്ള ഒരു സാധനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചത് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറച്ചിക്കും കുറച്ച് ഇട്ട് കൊടുത്തേക്കണമല്ലോ. പിന്നെ തക്കാളിയും കൂടിയും വേവിച്ച് മടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് വേകണുണ്ട്. അപ്പോൾ ചോറ് കുറച്ച് സാധാ ചോറും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നെയ്ച്ചോറും ഇതിനോടൊന്നും എല്ലാവർക്കും വലിയൊരു താല്പര്യമൊന്നുമില്ല. ഞാനാണെങ്കിൽ എനിക്കൊരു ചാമൻ്റെ കഞ്ഞിയാണ് ഇപ്പോൾ കുറച്ചായിട്ട് തീമടൽ. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്നിട്ട് വെന്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവും ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ മറ്റിയിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 25 എണ്ണ എടുത്തുകാണ്ട്, അതായത് 25 അണ്ടിപ്പരിപ്പും കൂടി നമ്മളിത് വേവിച്ചിട്ടിട്ട് ഒരു ഇതിൻ്റെ കട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിലാണ്. അത് വെച്ചാൽ ചിക്കൻ ക്യൂബ് അത് ഒരു കട്ടേനെ ഇട്ടിട്ടുള്ളത്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും എനിക്കിത് ഉണ്ടാക്കാൻ അറിയില്ല. ഇതൊക്കെ ഇപ്പോൾ റാണിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല. അപ്പോൾ ഇതൊരു കുട്ടികളുണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അതിനൊക്കെ ശ്രദ്ധിക്കലില്ല മാത്രം. ആ ചട്ടിയിലുള്ള ഇത് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനൊരു മിക്സിലേക്ക് മാറ്റി കൊടുത്ത് ആ ചട്ടിനെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കിക്കാണ്ട് ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് പാത്രം ആവണ്ടെന്ന് ഞാൻ എപ്പോഴും പറയില്ല. എനിക്കനുസരിച്ച് എത്ര പണികൾ കഴിഞ്ഞാലും 1-2 പാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ചിക്കൻ പൊരിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേന് നമ്മൾ അരവ് റെഡിയായപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതായത് മിക്സിൻ്റെ ഉള്ളൊന്നും കൂടി ക്ലീൻ ചെയ്ത് കണ്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള വെള്ളം ഒഴിക്കോളും. പിന്നെ അതൊന്നായിട്ട് ഒന്ന് വെന്ത് വരണം, അതുവരേക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ പൊരിച്ചാൽ മുരിഞ്ഞ് പൊരിക്കണ്ട കേട്ടോ. ഒന്ന് അതിൻ്റെ ഉള്ളിൽ വേവും വേണം, എന്നാലോ പിന്നെ പറ്റണ മുരിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം അതിലേക്ക് ഞങ്ങളൊരു ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ചിക്കനാണല്ലോ പേര്, അപ്പോൾ നമുക്ക് അത് ആവശ്യമില്ലേ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പേടിയെന്ന് വെച്ചാൽ ഇതിന് രാത്രിക്കൊക്കെ ആകുമ്പോഴത്തേന് കേടാവുമോ എന്നുള്ളൊരു ബേജാറുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി അവർ കഴിച്ചതിന് ശേഷം വിളിച്ചാൽ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നെയ്ച്ചോറ് വെക്കണ പരിപാടിയുണ്ട്, അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുപ്പത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കറണ്ട് അടുപ്പും വെച്ച് വെള്ളം തിളപ്പിച്ചെടുത്ത് നമ്മളെ ഓരോ പരിപാടികളും ചെയ്യുന്നുണ്ട് കേട്ടോ. കറണ്ട് അടുപ്പും 3 ഗ്യാസ് അടുപ്പും ഒപ്പം ഓണാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഓരോ പരിപാടികളും കഴിയുന്നുണ്ട്. ഓരോരുത്തർ ചായ കുടിക്കണ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കനും പിന്നെ ചിക്കൻ്റെ വെള്ളം ചേർത്ത് കണ്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതേമാതിരി ഉരുളങ്കിഴങ്ങിൻ്റെ ഒരു ബാജി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചായയോടെയൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്ക് ഞങ്ങൾ നേരത്തെ ചോറുന്നു കേട്ടോ. പിന്നെ ഇതാ ഇപ്പോൾ സീനു വന്നുകാണ്ട് ഓൻ ചോറുന്നാണ്. ഓൻ നെയ്ച്ചോറും ബട്ടർ ചിക്കനും മതിയാറിന്. പിന്നെ പച്ചക്കറിനോടും വലിയ താല്പര്യമില്ല, സമ്മന്തി പോലും ഉണ്ടാക്കിയിട്ട് ഓൻ കൂട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ നെയ്ച്ചോറ്റിക്ക് സമ്മന്തി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതൊന്നും ഓൻ കൂട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിക്കാണ്ട് വായൻ്റെ ഇല വെട്ടിക്കൊടുന്ന് വാട്ടി എടുത്തേക്കാണ്. അപ്പോൾ അനിയത്തിൻ്റെ മകനും പിന്നെ സൈമിനും അമ്മ അവരുടെ കൂടെ വേറെ ഒരാളും കൂടി ഡൽഹിക്ക് പോകുന്നുണ്ട്. അവർക്ക് 3 ആൾക്കും കൂടിയുള്ള ചോറാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നെയ്ച്ചോറും ബട്ടർ ചിക്കനും മാത്രമാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് കുറച്ച് ചോറ് മതി പറഞ്ഞു. അപ്പോൾ 3 ആൾക്കും 3 വിധത്തിലാണ് ചോറ്. ഒരാൾക്ക് പാകത്തിനുള്ള ആ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾ കുറച്ച് കൂടുതൽ ചോറ് വേണമെന്ന് പറഞ്ഞ്, ഒരാൾക്ക് കുറച്ച് ചോറ് മതി പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിച്ചാൽ ഓരോരുത്തർക്കും വേറെ വേറെ കവറിൽ ആക്കി കൊടുത്തു. എന്നുവെച്ചാൽ അങ്ങനെയാണ് വേണ്ടത്, അവർക്ക് അങ്ങനെ കഴിക്കാലോ വിചാരിച്ചു കണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആർക്കും സമ്മന്തി വെച്ചിട്ടില്ല. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേന് സമ്മന്തി എന്താവുമെന്നറിയില്ല. അപ്പോൾ പിന്നെ യാത്രയും കൂടിയല്ലേ. അപ്പോൾ ഞാൻ എല്ലാവർക്കും അതിലേക്ക് ബട്ടർ ചിക്കനും എൻ്റെ കറിയും അതിലേക്കുള്ള ഇറച്ചിയും കൂടി മാത്രമേ ഇട്ടിട്ടുള്ളൂ നെയ്ച്ചോറ്റിക്ക്. അപ്പോൾ 3 ആൾക്കും ഓരോരോ കോഴിൻ്റെ കാലും വെച്ച് ഓരോരോ കഷ്ണം കൂടി വെച്ചിട്ടാണ് ഞാൻ പാക്ക് ചെയ്തെടുത്തു. പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് യാത്ര ആക്കാൻ പോയിട്ട്, അപ്പോൾ കാക്കാക്ക് കാലിന് സുഖമില്ലാത്തത് കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ ഡൽഹിയിലേറ്റം കൊണ്ടാക്കാനുള്ള പ്ലാനൊക്കെ നമ്മൾ ഇട്ട് വെച്ചതായിരുന്നു. പിന്നെ അവിടുന്ന് കിട്ടിയെന്നുള്ളൊരിത് വന്നു. അതിന് ശേഷം പെട്ടെന്നാണ് അവിടുന്ന് കോളേജിൽ നിന്ന് പിന്നെ സെലക്ഷനായ ഒരിത് വരാണ്ട്, കോളേജിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള. അപ്പോൾ അത് കിട്ടിയതുകൂടി പെട്ടെന്ന് പോകണം. അപ്പോൾ ഞാൻ കാക്കാൻ്റെ കാലിൻ്റെ പ്ലാസ്റ്റർ വെട്ടാനായിട്ടില്ല, കാൽമ മുറിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. എന്നാലും അൽഹംദുലില്ലാ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പടച്ചറപ്പ് നമ്മൾ കാത്തു രക്ഷിച്ചു എന്ന് പറയാം. ആക്സിഡൻ്റ് ആണെങ്കിലും കൂടിയിട്ട് അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയാൻ കാരണം അത് മതിയല്ല നമ്മൾ എല്ലാം മുടക്കാച്ചെറുക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അനിയത്തിൻ്റെ മകൻ പോണത്. പിന്നെ കൂടെ ഒരു കുട്ടിയും കൂടി ഇവിടെ നിന്ന് ഉണ്ട് കേട്ടോ, ഇവിടെ ഈ ഭാഗത്തുനിന്ന്. അവനും ബിസിനസ് പരമായിട്ട് പോവുകയാണ്. ഏതായാലും നമ്മൾ റായത്തായി. ഇൻഷാ അള്ളാ ഞങ്ങൾ ആഗ്രഹം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് കാക്കാൻ്റെ കാലൊക്കെ ഒന്ന് സുഖമായിട്ട് ഒന്ന് അവിടെ പോകണം എന്നുണ്ട്. അപ്പോൾ പോണ വീഡിയോ അപ്പോൾ ഞാൻ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ കിട്ടണം. പിന്നെ അവർ അവിടെ പുറത്ത് റൂം എടുത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളൊരു മെത്തേഡിലാണ് ഓന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പാത്രവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോന്നും ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല തോനെ ചോറുള്ളത് കുറച്ച് ചോറുള്ളത്. അപ്പോൾ 3 സെക്ഷനായിട്ടാണ് വെച്ചിട്ട്, അപ്പോൾ 3 കവറിലാക്കി ആണ് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ വായൻ്റെ ഇല നമ്മൾ ഇളയ ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതാക്കി ചെയ്ത്. പിന്നെ ഒരിക്കൽ സുഖമായിരുന്നു പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മൂത്താപ്പാൻ്റെ മോൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അതായത് ജെസി ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ ചാനലുണ്ടല്ലോ, അവളെ ഭർത്താവാണ് കേട്ടോ നമ്മളെ കൂടെ ഉള്ളത്. അതായത് ഇവിടുത്തെ മൂത്താപ്പാൻ്റെ മോനാണ്. അപ്പോൾ നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കൊണ്ട്. നല്ല വീഡിയോസും അവർ ഇങ്ങനെ ടൂറ് പോകണം, അത് അധികം ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അവരെ വീഡിയോയിൽ. പിന്നെ ഫുഡിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അതും ഉണ്ടാവും. അപ്പോൾ അവരെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കൊണ്ട്. അപ്പോൾ അതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും പോയാലും റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എവിടെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഈ പരിപാടി തന്നെ ഉള്ളൂ, വീട് പൊളിക്കലും ഇതാക്കലൊക്കെ. അപ്പോൾ ഇമ്മാനെ നിങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഇമ്മയും കാക്കിയും ഞാനും ജയ്സക്കുട്ടിയും സീനും അതേമാതിരി അനിയത്തിൻ്റെ മകനും എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത്. അപ്പം ഇനി ഇതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തിൻ്റെ മകനെ കയറ്റാണ്ട് എൻ്റെ കൂട്ടുകാരനെ കയറ്റാണ്ട്.
വെട്രിക്കോട് എത്തിയപ്പോഴാണ് അവൻ്റെ കൂട്ടുകാരൻ കയറുന്നത്. പനിയത്തിൻ്റെ മകന് കയറി. ഏതായാലും അവരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് നമ്മൾ പിന്നെ അവിടെ കൂടുതൽ സമയം നിന്നില്ല. കാക്കാക്കാണെച്ചെങ്കിൽ ചെരുപ്പിടാൻ പറ്റില്ലല്ലോ ഒരു കാൽമേൽ പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ട്. അപ്പം പിന്നെ അവിടെയൊക്കെ വന്നിട്ടുണ്ടെച്ചെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടല്ല. പ്ലാസ്റ്ററിന് നമ്മളൊക്കെ ചളിയാവും കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ ഞാൻ ഇപ്പോൾ ആസ്പത്രിയിലൊക്കെ പോകുമ്പോഴും കാക്ക ഒരു കാൽമ ചെരുപ്പിട്ടൊരു കാൽമ ചെരുപ്പില്ലാതെ പോവുക. പക്ഷെ വരുമ്പോൾ ഞാനത് തൊടിയോണ്ട് തുടച്ചെടുക്കുക ചെയ്യൽ. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് വിചാരിച്ച് നമ്മൾ പിന്നെ ഇറക്കിക്കൊണ്ട് ഉടനെ പോന്നിട്ടുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി. അതിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയൊരു സൂപ്പർ മാർക്കറ്റാണ്. നല്ല സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വിടണ്ട്. അവൻ ചട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ എന്നോട് ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസും വെക്കണ മൺചട്ടി മറ്റേ മൺചട്ടിയുള്ള വ്യത്യാസം. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ചട്ടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.